അപ്പം ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും അവഗണിക്കരുത്. കാരണം ഈ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ അത് നിർജ്ജലീകരണത്തിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ പല സിസ്റ്റങ്ങളും മറ്റൊരു രീതിയിലേക്ക് പോകും. നമ്മൾക്ക് ജീവന് തന്നെ ആപത്തായ പല ഘട്ടങ്ങളിലേക്കും അത് നമ്മളെ കൊണ്ടെത്തിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അപ്പം നമ്മൾ സമ്മർ സീസണിലോട്ട് കിടക്കുകയാണ് അല്ലേ? അതിയായ വേനലിനെ വരവേൽക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ നിറഞ്ഞു. തണ്ണിമത്തനും വെള്ളരിക്കയും അതുപോലെ കരിക്കും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വലിയൊരു മഴയെ കാത്തിരിക്കുന്ന പോലെ വലിയൊരു വേനൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾക്ക് ചൂടധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ചിലർക്കെങ്കിലും ഇത് നമ്മളുടെ ശരീരത്തിൽ കാണിക്കുന്ന പല ലക്ഷണങ്ങളും നമ്മളുടെ ശരീരത്തിൽ ജലാംശമില്ലാത്തതിൻ്റെ ആണ് എന്ന് തിരിച്ചറിയാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ പൊതുവേ എല്ലാവരും വെള്ളം കുടിക്കുന്നതിൽ വളരെയധികം മടിയന്മാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയൊരു ആപത്തിലേക്ക് നമ്മുടെ ബോഡിയെ അത് കൊണ്ടെത്തിക്കും. ഒരുവിധപ്പെട്ട ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ജലത്തിലൂടെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ജലം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോഡി പല രീതിയിൽ റിയാക്ട് ചെയ്ത് നമ്മളെ കാണിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായി അറിയുന്നില്ല, അല്ലെങ്കിൽ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും നമ്മളതൊന്നും ഗൗനിക്കാതെ നമ്മളത് അവഗണിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ആപത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾക്ക് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിലുണ്ടോ എന്ന് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കരുതണം നിങ്ങൾക്ക് നിർജ്ജലീകരണം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, പ്രധാനമായിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് അതിയായ ദാഹമുണ്ടാകും. നമ്മുടെ ശരീരം നമ്മളോട് തന്നെ പറയുന്ന ആ ഒരു സിംറ്റമാണത്. എനിക്ക് വെള്ളം ദാഹിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിന് വെള്ളം ആവശ്യമാണ് എന്ന് നമ്മളോട് സൂചിപ്പിക്കുന്ന ആ ഒരു ലക്ഷണം നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. നമ്മൾക്ക് ദാഹം തോന്നുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടും അതുപോലെ വായും മുഖവും നമ്മുടെ കൈകാലുകളിലെല്ലാം തന്നെ ഫുൾ ബോഡിയിൽ ഡ്രൈനെസ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതിയായിട്ട് നമ്മളുടെ ചുരുങ്ങിപ്പോവുക, ചില ചുളിവുകളൊക്കെ പെട്ടെന്ന് നല്ല ഒരു നോർമലായിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിലും ചുളുങ്ങിപ്പോകുന്നൊരവസ്ഥ, ചുണ്ടും വായും ഒക്കെ വല്ലാതെ ഉണങ്ങുന്നൊരവസ്ഥ. ചില ഡിസീസ് കണ്ടീഷനുകളിലും നമ്മൾക്ക് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എന്നാലും കൂടുതലും ശരീരത്തിൽ വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഇത് കാണുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യണം. നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ ബോഡിയെ തണുപ്പിക്കണം. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളപ്പം തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. അടുത്ത് വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് മൂത്രത്തിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഒരുപാട് വേർത്തു പോകുന്നൊരവസ്ഥയാണ് ചൂട് കാലഘട്ടങ്ങളിൽ വരുന്നത്. വേർക്കാത്ത ആളുകളും ഉണ്ട്, എങ്കിൽ തന്നെയും കൂടുതലായിട്ട് വെള്ളം നമ്മൾക്ക് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടാം. അപ്പോൾ നമ്മൾ കുടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ധാരാളം വെള്ളം കുടിച്ചാൽ മാത്രമേ അതിനനുസരിച്ചുള്ള യൂറിൻ ഔട്ട്പുട്ട് നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മൂത്രം കുറഞ്ഞു വരുന്നൊരവസ്ഥയിലും ബോഡിയിൽ നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള ചികിത്സ, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് അതിയായ ക്ഷീണമാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കും ചിലർക്ക് കട്ടിലിൽ തന്നെ ഇരിക്കുകയും കിടക്കുകയെന്നൊക്കെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അതിയായിട്ടുണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും
പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ വെള്ളം കുടിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയില്ല. എനിക്ക് വേറെ എന്തൊക്കെയോ അസുഖങ്ങളാണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ആൾക്കാർ. അങ്ങനെയല്ല, നമ്മൾക്ക് ശരീരത്തിന് ആവശ്യത്തിന് ജലം ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിയായ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് എപ്പോഴും കിടക്കാൻ തോന്നും. ഇരുന്നിട്ട് നമുക്ക് ഒരുതരം അസ്വസ്ഥത നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കും. അപ്പോൾ ക്ഷീണവും തളർച്ചയും അതിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, മറ്റു പല അസുഖങ്ങളൊന്നും ഇല്ല, അതിയായ ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയുള്ള ഒരു ലക്ഷണമാണ് നമ്മുടെ മസിലുകൾക്കും അതുപോലെ സന്ധികൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയും ഒരു അയച്ചിലുമൊക്കെ. ഇതും ആവശ്യത്തിന് ജലം ചെല്ലാതെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത്തരം വേദനകളും ഇതുപോലത്തെ മസിലുകൾക്കും നമ്മുടെ സന്ധികൾക്കൊക്കെ ഇതുപോലത്തെ ഒരു അയച്ചിലൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ച് നമ്മുടെ ബോഡി എപ്പോഴും തണുപ്പിച്ച് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് കണ്ണുകൾ ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഷാർപ്പായിട്ടിരിക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് എപ്പോഴും ഒരു തൂങ്ങിയൊരവസ്ഥ, അകത്തേക്ക് പോകുന്നൊരവസ്ഥ. അതുപോലെ തന്നെയുള്ള ഒരു ലക്ഷണമാണ് നമ്മുടെ മസിലുകൾക്കും അതുപോലെ സന്ധികൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയും ഒരു അയച്ചിലുമൊക്കെ. ഇതും ആവശ്യത്തിന് ജലം ചെല്ലാതെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത്തരം വേദനകളും ഇതുപോലത്തെ മസിലുകൾക്കും നമ്മുടെ സന്ധികൾക്കൊക്കെ ഇതുപോലത്തെ ഒരു അയച്ചിലൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ച് നമ്മുടെ ബോഡി എപ്പോഴും തണുപ്പിച്ച് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് കണ്ണുകൾ ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഷാർപ്പായിട്ടിരിക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് എപ്പോഴും ഒരു തൂങ്ങിയൊരവസ്ഥ, അകത്തേക്ക് പോകുന്നൊരവസ്ഥ. ഇത്തരം ലക്ഷണങ്ങളും കണ്ണുകൾക്ക് ഇത്തരം അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊരു നിർജ്ജലീകരണത്തിൻ്റെ ഒരു ലക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മൂത്രം കുറയുന്ന പോലെ തന്നെ മൂത്രത്തിൻ്റെ നിറത്തിനുണ്ടാകുന്ന വ്യത്യാസവും പ്രധാനപ്പെട്ടതാണ്. ഒരു ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള ഒരു മൂത്രം അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലെ മൂത്രം, അതൊക്കെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അത്രയും ജലാംശം ശരീരത്തിൽ ഇല്ലാതെയാണ് ആ ഒരു കളറിലൊക്കെ മൂത്രം വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബോഡിയെ തണുപ്പിക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നമ്മൾ ശരീരം തണുപ്പിക്കുന്ന തരത്തിലെ ജ്യൂസുകളൊക്കെ വാങ്ങിച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തലവേദന, നിർജ്ജലീകരണ തലവേദന എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുകയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയൊക്കെ ആ ഒരു ബാലൻസ് ഒക്കെ തെറ്റുകയും അതിയായ തലവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തലവേദനയ്ക്ക് മരുന്ന് കഴിക്കും. അപ്പോഴും നമ്മൾ ഇത് നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലാത്തൊരവസ്ഥയാണ് എന്ന് തിരിച്ചറിയില്ല. അപ്പോൾ അതിയായ തലവേദനയുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് ഈ മറ്റു പല പറഞ്ഞ ലക്ഷണങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഡീഹൈഡ്രേഷൻ്റെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കുക തന്നെ. അതുപോലെ തന്നെ ചില ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾക്ക് തലയ്ക്ക് ഒരു വെയിറ്റ് ഇല്ലാത്ത പോലെയും, അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് മാനസികമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ നമ്മൾക്ക് അനുഭവപ്പെടാം. ഇതും ഒരു നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ വരൾച്ച ഉണ്ടാകുക, നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈനെസ് ഉണ്ടാകുക, നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും അതുപോലെ ശ്വാസം എടുക്കുന്നത് കൂടുകയും ചെയ്യുന്നൊരവസ്ഥ വരും. അതും വെള്ളത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ചിലർക്കെങ്കിലും തല കറക്കം ഉണ്ടാകുക, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ തല കറങ്ങി വീഴുന്നൊരവസ്ഥ, ശരീരത്തിൽ വെള്ളമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ തല കറങ്ങി വീഴുന്നൊരവസ്ഥ വരാം. ഷുഗർ ഡൗൺ ആയി പോകാം. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ജലാംശം നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുക തന്നെ വേണം. ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും അവഗണിക്കരുത്. കാരണം ഈ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ അത് നിർജ്ജലീകരണത്തിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ പല സിസ്റ്റങ്ങളും മറ്റൊരു രീതിയിലേക്ക് പോകും. നമ്മൾക്ക് ജീവന് തന്നെ ആപത്തായ പല ഘട്ടങ്ങളിലേക്കും അത് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാണ്, അത്യാവശ്യം നല്ലൊരു വേനലിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എപ്പോഴും ബോഡി
ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. നമ്മൾക്ക് ശരീരം തണുപ്പിക്കുന്ന ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ എളുപ്പം ദഹിക്കുന്നതും അതുപോലെ തന്നെ ശരീരം തണുപ്പിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. സ്ത്രീകളാണെങ്കിൽ ഒരു 2.5 ലിറ്ററിന് മേളിലുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ 3.5 ലിറ്ററിന് മേളിലുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഒരു 7-8 ഗ്ലാസ്സോളം വെള്ളം കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ വേനലാണ്, എല്ലാവരും സൂക്ഷിക്കുക, മുൻകരുതലുകൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.